Hi everyone. Recently, എറണാകുളത്ത് നമ്മൾ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുകയുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് വീഡിയോ ആണ്. മെയിനായിട്ട് 3 UK നിന്നുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തത്. With academic excellence. We are honored to have with us representing the University of Leicester, Mr. Kranti Kumar, Regional Head, South Asia from the University of Wolverhampton. Ma'am, please, onto the stage, please. Can I have a round of applause? Thank you so much, ma'am. Mr. Vishnu Ankaira, Regional Manager, South Asia from the University of Leicester. Thank you so much, sir. Mr. Kranti Kumar, Regional Head, South Asia from the University of Wolverhampton. Thank you so much, sir. Now let's take this opportunity to hear from each of our Love chemical engineering. It's good to see a handful of people here. അതിൽ പ്രധാനമായിട്ടും ടീസൈഡ് യൂണിവേഴ്സിറ്റി ഒരുപാട് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടീസൈഡ് യൂണിവേഴ്സിറ്റി. ടീസൈഡ് യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ഇന്ത്യൻ ഹെഡായിട്ടുള്ള പത്മിനി മാഡം പങ്കെടുത്തിരുന്നു. അവരുടെ യൂണിവേഴ്സിറ്റിയുടെ കുറേ പുതിയ ഡെവലപ്മെന്റ്സും അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി അറേഞ്ച് ചെയ്ത കുറേ ഫെസിലിറ്റീസിനെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. ടീസൈഡ് യൂണിവേഴ്സിറ്റി ഏകദേശം 1.3 ബില്യൺ പൗണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ക്യാമ്പസ് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്യും. അതുപോലെ ലണ്ടനിലൊരു ക്യാമ്പസ് അവർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ നിയർ ടു ടീസൈഡ് അവർക്ക് വേറെ 2 ക്യാമ്പസ്, അങ്ങനെ ടോട്ടലി UK 5 ക്യാമ്പസ് ഓൾറെഡി ടീസൈഡ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ എക്സ്പാൻഷനും കാര്യങ്ങളും പിന്നെ ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചൊക്കെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അതുപോലെ തന്നെ വിഷ്ണു വിച്ച് ഈസ് ലെസ്റ്റർ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നിയർ ടു ബർമിംഗ്ഹാം റീജിയനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ലെസ്റ്ററിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വിഷ്ണു ഉണ്ടായിരുന്നു. ആള് യൂണിവേഴ്സിറ്റിയുടെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്നും ലെസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ കുറെ അഡ്വാൻസ്ഡ് കാര്യങ്ങളും ഇതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്രാന്തി ആള് വോൾവർഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. റീസെൻ്റ്ലി എനിക്ക് അറിയാവുന്ന പല യൂണിവേഴ്സിറ്റികളിലും ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി നിയമമാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ വോൾവർഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ പുതിയൊരു ക്യാമ്പസ് തുടങ്ങുകയും പല പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ റിസർച്ച് പോലെ സ്പൗസിനെ വരെ കൊണ്ടുപോകാൻ രീതിയിലുള്ള പ്രാപ്തമായ കോഴ്സുകൾ അവർ റീഷെഡ്യൂൾ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വോൾവർഹാംപ്റ്റൺ. അതുപോലെ തന്നെ മാർക്കിന്റെ കാര്യത്തിലും ഫീ പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഡിഡക്ഷൻ കൊണ്ടുവന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വോൾവർഹാംപ്റ്റൺ. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു 2-3 എപ്പിസോഡിൽ ഈ ടീസൈഡ് യൂണിവേഴ്സിറ്റിയും അവിടുത്തെ കോഴ്സസും അവിടുത്തെ ഇൻടേക്കും ഫീസ് കാര്യങ്ങൾ സ്കോളർഷിപ്പ് എന്നുള്ള കാര്യങ്ങൾ ടീസൈഡ് യൂണിവേഴ്സിറ്റി, ലെസ്റ്റർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വോൾവർഹാംപ്റ്റൺ ഈ 3 യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ റോഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇനി വരുന്ന 4 എപ്പിസോഡുകളിൽ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൺട്രിയിലുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റി റിലേറ്റഡുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. സോ ഇനി വരുന്ന ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ പല യൂണിവേഴ്സിറ്റികളുടെയും ഡിസ്ക്രിപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.